മാതൃഭൂമി പത്രം പരിശോധിക്കുമ്പോൾ ആദ്യം പ്രധാന വാർത്തയായി ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നത് ശബരിമല വിമാനത്താവളം ഭൂമി ഏറ്റെടുക്കൽ റദ്ദാക്കി, പ്രാഥമിക വിജ്ഞാപനം അസാധുവാക്കി ഹൈക്കോടതി. വലിയ വിമാനത്താവളത്തിന് പോലും 1200 ഏക്കർ മതി, 2570 ഏക്കർ എന്തിനാണെന്ന് സർക്കാർ വ്യക്തമാക്കാനായില്ല. അതായത് ശബരിമലയിൽ സംസ്ഥാന സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച പദ്ധതിയായിരുന്നു വിമാനത്താവളം കൊണ്ടുവരുമെന്ന്. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി എരുമേലി മണിമല വില്ലേജിലെ ചെറുവള്ളി എസ്റ്റേറ്റും സമീപ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്ന മുന്നോടിയായി എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ സർക്കാർ ഏപ്രിൽ 25-ന് പുറപ്പെടുവിച്ച പ്രാഥമിക വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. അതായത് വലിയ തരത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണെന്ന് പറഞ്ഞ് അവിടെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങളൊക്കെ നടന്നിരുന്നു. അവിടെയാണിപ്പോൾ സർക്കാരിനൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ വലിയ വികസന പദ്ധതിയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ച ശബരിമല വിമാനത്താവളത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയുള്ള ഒരു വാർത്തയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്തായിരിക്കും സർക്കാരിൻ്റെ തുടർ നടപടി? പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു ചെറിയ വാർത്തയായി കൊടുത്തത് തൊഴിലുറപ്പ് ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ നാമധേയത്തിൽ UPA സർക്കാർ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റി വിബിജി റാം ജി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി എന്നൊരു വാർത്ത കൂടി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രപിതാവിനെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാൻ, ഇന്ത്യയുടെ ആത്മാവിനെ ഇല്ലായ്മ ചെയ്യാനുള്ള സംഘപരിവാറിന്റെ നീക്കമാണ് ഇതിൻ്റെ പേരുമാറ്റമെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം ഉന്നയിച്ചിരുന്നു. അത് എന്തായാലും വലിയ പ്രതിഷേധം രാജ്യത്താകമാനം അലയടിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മലയാള മനോരമയിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ചിന്തയിൽ എരിഞ്ഞ് ചിരി എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസന്റെ യാത്രാമൊഴിയുടെ വാർത്തയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. പിന്നീട് ശബരിമല വിമാനത്താവളം വിജ്ഞാപനം രണ്ടാമതും റദ്ദാക്കി. എന്തിന് ഇത്രയും ഭൂമി? പദ്ധതിക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ ഭൂമി എത്രയെന്ന് കണ്ടെത്തിയില്ലെന്ന് ഹൈക്കോടതി. വീണ്ടും സാമൂഹിക ആഘാത പഠനം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതി ചോദിക്കുന്നത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം 1300 ഏക്കറിലും തിരുവനന്തപുരം വിമാനത്താവളം 700 ഏക്കറിലുമാണ്. ഈ സാഹചര്യത്തിൽ 2700 ഏക്കർ എന്തിനാണെന്ന് വ്യക്തമാക്കണം. അത് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ള കാര്യമാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പൊ വീണ്ടും അതൊരു ശബരിമല വിമാനത്താവളം എന്ന് പറയുന്നത് വ്യക്തത വരാത്ത കാര്യമായി തന്നെ നിലനിൽക്കുകയാണ്. പിന്നീട് മലയാള മനോരമയിൽ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ചിരി തുടങ്ങാം. കൊച്ചി കോർപ്പറേഷൻ പുതിയ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കോൺഗ്രസ് കൗൺസിലർമാരായ ഷൈനി മാത്യു, VK മിനിമോൾ, ദീപ്തി മേരി വർഗീസ് അവർ 3 പേരും കൂടിയിട്ട് ഉള്ള ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാന വാർത്ത, ട്രെയിൻ നിരക്ക് വീണ്ടും കൂട്ടി, 6 മാസത്തിനിടെ രണ്ടാമത്തെ വർധന. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ കിലോമീറ്ററിന് 2 പൈസ വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് ട്രെയിനിന്റെ ചാർജ് കൂട്ടിയതാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മെനു പാസഞ്ചർ ട്രെയിനുകളിൽ യാത്ര 215 കിലോമീറ്ററിന് താഴെയാണെങ്കിൽ നിരക്കിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയിൽ നന്മകൾ നേർന്ന് ശ്രീനി യാത്രയായി. അതായത് മലയാള സിനിമയിൽ ഒട്ടേറെ സംഭാവനകൾ നൽകിയ അഭ്രപാളിയിലെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രമായ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത മാതൃഭൂമിയിൽ പ്രധാനമായും ഉള്ളത്, ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് പെൻഷൻ ഇന്നു മുതൽ അപേക്ഷിക്കാം. 35 മുതൽ 60 വയസ്സ് പ്രായപരിധിയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ നടപടി തുടങ്ങി. സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ പ്രതിമാസം 1000 രൂപ പെൻഷനുള്ള അപേക്ഷകൾ തിങ്കളാഴ്ച സ്വീകരിച്ചു തുടങ്ങുമെന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഉയരുന്ന ഒരു പദ്ധതിയാണിത്. എന്തായാലും ഇതിന്റെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന വാർത്ത മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മലയാള മനോരമയുടെ 6-ാം പേജിലാണ് വിബിജി റാംജി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. സംസ്ഥാനങ്ങൾ 6 മാസത്തിനുള്ളിൽ വിജ്ഞാപനം ചെയ്യണം. കടുത്ത പ്രതിഷേധം ഉയർത്തുമ്പോൾ പോലും ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. ഇനി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരില്ല, വിബിജി റാംജി എന്നത് രാഷ്ട്രപതി അംഗീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മാതൃഭൂമിയുടെ 7-ാം പേജ് വാർത്തയും വീക്ഷണവും എന്ന പേജിൽ എന്തുകൊണ്ട് പാർട്ടി പിന്നിലായി, 8 ചോദ്യങ്ങൾ പഠിക്കാൻ CPM എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തയാണ്. ആകെ ഉണ്ടായിരുന്ന ഉത്തരം നൽകേണ്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ ചില ചോദ്യങ്ങളുണ്ട്. ആകെ ചേർക്കാനായ വോട്ടുകളുടെ എണ്ണം, ചേർത്ത വോട്ടുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഉൾപ്പെടാതെ പോയത് എത്ര, വാർഡ് ശില്പശാലയിലുണ്ടായ പങ്കാളിത്തം, ഓരോ ഏരിയ കമ്മിറ്റികൾ കീഴിലുണ്ടായിരുന്ന ബൂത്ത് ശില്പശാലയിലെ പങ്കാളിത്തം, ലഭിക്കുമെന്ന് കരുതിയ വോട്ടുകളുടെ എണ്ണം, ലഭിക്കുമെന്ന് ഉറപ്പിച്ച വോട്ടുകളിൽ എത്ര എണ്ണം കിട്ടിയില്ല. ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുണ്ടായ അതിദയനീയ പരാജയത്തിന്റെ ഭാഗമായി
തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ കാരണം ബൂത്ത് തലത്തിൽ പരിശോധിക്കാൻ CPM നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് കൃത്യമായി ബൂത്ത് തലത്തിൽ പ്രാവർത്തികമാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ തിരിച്ചടിയുടെ കാരണം ചികയുന്നതിന് മുമ്പ്, ഇത്തരത്തിൽ ചോദ്യാവലിയുമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം, ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണ മോഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് ഇനിയെങ്കിലും CPM തിരിച്ചറിയണം. മറ്റൊരു വാർത്തയുള്ളത്, ഇലക്ട്രൽ ട്രസ്റ്റ് സംഭാവനയിൽ വർധനവ് 82% BJPക്ക്, കോൺഗ്രസിന് ലഭിച്ചത് 299 കോടി മാത്രം. BJPക്ക് ലഭിച്ചത് 3112 കോടി രൂപ. സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ട്രസ്റ്റ് വഴി സംഭാവനകളുടെ ഒഴുക്കാണെന്നും രാജ്യത്തെ ഇത്തരത്തിൽ സംഭാവന ലഭിച്ചതിൽ 82% BJPക്കാണ് പോകുന്നതെന്നും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് വൻകിടക്കാർ, കുത്തക മുതലാളിമാർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ സംഭാവന ലഭിക്കുന്നതെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലയാള മനോരമയുടെ 6ാമത്തെ പേജിൽ തന്നെ ആൾക്കൂട്ട മർദ്ദനത്തിൽ അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവം, മൃതദേഹം ഏറ്റുവാങ്ങാതെ ബന്ധുക്കൾ, നഷ്ടപരിഹാരം സംബന്ധിച്ച് ഉറപ്പ് ലഭിക്കണമെന്ന ആവശ്യം. നമുക്കറിയാം, ഒരു അതിഥി തൊഴിലാളിയെ കഴിഞ്ഞ ദിവസം ആക്രമിച്ചു കൊല്ലുകയുണ്ടായി, അല്ലെങ്കിൽ തല്ലിക്കൊല്ലുകയുണ്ടായി. മോഷണ കുറ്റം ആരോപിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പിന്നെ SIR കരട് വോട്ടർ പട്ടിക നാളെ, സമയം നീട്ടുമോ? സംസ്ഥാനത്ത് SIRന്റെ പ്രധാനഘട്ട ചൊവ്വാഴ്ച തീരും. കരട് വോട്ടർ പട്ടിക ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കുന്നതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാന കടമ്പ കടക്കും എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. SIRുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം നിരവധി ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് SIRന്റെ വോട്ടർ പട്ടിക വരാൻ രാഷ്ട്രീയ പാർട്ടികൾ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് BJP അനുകൂലമായി അവർ ചില വോട്ടുകൾ തള്ളിച്ചിട്ടുണ്ടെന്നടക്കം ബീഹാറിലടക്കം SIRുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും കേരളത്തിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിച്ചാൽ നമുക്കിത് സംബന്ധിച്ച് വ്യക്തമായൊരു വിവരം ലഭ്യമാകുന്നതായിരിക്കും. മലയാള മനോരമയിൽ അതേ വാർത്ത കൊടുത്തിട്ടുണ്ട്. SIR വ്യാപക വെട്ടിനിരത്തലെന്ന് പരാതി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വോട്ടർമാരെ വ്യാപകമായി ഒഴിവാക്കുന്ന പരാതിയുമായി രാഷ്ട്രീയ കക്ഷികൾ പോയിട്ടുണ്ട്. SIR കേരളത്തിൽ നടത്തുന്നതിൽ ഒരുപാട് ആശങ്കകൾ അതിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഈ വാർത്തയിൽ. മലയാള മനോരമയുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്, ഉന്നത വിദ്യാഭ്യാസത്തെ കുരുക്കിലാക്കരുത്, കമ്മീഷൻ രൂപീകരണത്തിൽ ആശങ്ക ഉയരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് മേൽ കേന്ദ്രത്തിന്റെ കേന്ദ്രം പിടിമുറുക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്ന തരത്തിലാണ് ഈ എഡിറ്റോറിയൽ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു വാർത്ത മാതൃഭൂമിയുള്ളത്, പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യം എങ്ങനെ നൽകാതിരിക്കും? പോലീസ് ഗവേഷണത്തിലാണ്. അതായത് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന അതിക്രൂരമായ മർദ്ദനങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ കോടതികളിൽ കയറി ഇറങ്ങിയാണ് ഇതിന്റെ ഇരകൾ വാങ്ങിയെടുക്കുന്നു, പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തുന്നതും. പക്ഷേ CCTV ദൃശ്യങ്ങൾ എങ്ങനെ നൽകാതിരിക്കും? കാരണം ഇത്തരത്തിൽ ഇവർ പോലീസ് ഉദ്യോഗസ്ഥരടക്കം മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ എങ്ങനെ നൽകാതിരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്? വലിയ പ്രതിഷേധങ്ങൾക്കെല്ലാം കാരണമാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ മാതൃഭൂമിയുടെ എഡിറ്റോറിയലിൽ നാട്ടുഭരണത്തിന് പൊതുസമിതികൾ, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അത് പൂർത്തീകരിച്ച് വിജയിച്ച ആളുകൾ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് ഇത് സംബന്ധിച്ച വാർത്തയാണ് ഇത് സംബന്ധിച്ചതാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ. തന്നാലാവും വിധം ഏതു പ്രശ്നവും കൈകാര്യം ചെയ്യാനും പരിഹരിക്കാനുമുള്ള ഉത്സാഹമാണ് തദ്ദേശ ജനപ്രതിനിധിക്ക് ഉണ്ടാകേണ്ടതെന്ന് മാതൃഭൂമി എഡിറ്റോറിയലിൽ എഴുതി വെക്കുകയാണ്. വേരോടെയുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ശേഷം ഓരോ വാർഡുകളിലും ഓരോ ആളുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ മത്സരിച്ച് ജയിച്ചു വന്നിട്ടുണ്ട്. ഇവർ ഇനി 5 വർഷക്കാലം ആ വാർഡിന്റെ പ്രതിനിധികളാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം പങ്കുചേരേണ്ട ആളുകളാണ്. അത്തരത്തിൽ അവർക്ക് കർത്തവ്യം നിർവഹിക്കാൻ കഴിയട്ടെ എന്നാണ് മാതൃഭൂമി എഡിറ്റോറിയലിലൂടെ പറഞ്ഞു വെക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ സത്യപ്രതിജ്ഞ പല പേരിൽ, ഞാൻ എൻ്റെ സ്വന്തം പ്രതിജ്ഞ ചൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് പലരുടെ പേരുകൾ, ചില ആളുകൾ പ്രസവിച്ച് കിടക്കുന്നത് കാരണത്താൽ സത്യപ്രതിജ്ഞയ്ക്ക് എത്താത്തവർ, ജയിലിൽ ആയതിന്റെ പേരിൽ എത്താത്തവർ, 5 ഭാഷകൾ സത്യപ്രതിജ്ഞ ചെയ്തവർ, സത്യവാചകം ചൊല്ലിക്കൊടുത്തു, ഭർത്താവ് ഭാര്യയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു, അങ്ങനെയുള്ള ഒരു വാർത്ത മലയാള മനോരമ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്തയുള്ളത്, വർഗീയവാദിയാക്കിയാലും സമുദായത്തിന് വേണ്ടി പറഞ്ഞതിൽ മാറ്റമില്ല. വെള്ളാപ്പള്ളി നടേശൻ തന്നെ വർഗീയവാദിയെ ചിത്രീകരിച്ചാലും സമുദായത്തിന് വേണ്ടി പറഞ്ഞതിൽ മാറ്റമില്ലെന്നും അർഹമായത് തരാത്തത് പറയുമ്പോൾ വർഗീയമാക്കുകയാണെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അതായത് വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറത്തിനെതിരായ പ്രസ്താവനകൾ അടക്കം വലിയ വിവാദമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ഇത്തരം വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ട് വെള്ളാപ്പള്ളി ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനത്തിൽ കിയയിൽ സഞ്ചരിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കെല്ലാം വഴിമരുന്നിട്ടിരുന്നു. ഇതെല്ലാം ശബരിമല വിഷയം അടക്കമുള്ള കാര്യങ്ങൾ, വെള്ളാപ്പള്ളിയുമായുള്ള മുഖ്യമന്ത്രിയുടെ സമ്പർക്കം, CPMന്റെ സമ്പർക്കം അടക്കമുള്ള വിഷയങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ടോ എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കകത്തുണ്ട് എന്നതും എടുത്തു പറയേണ്ട സാഹചര്യം തന്നെയാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതി അപേക്ഷ ഇന്നു മുതൽ.
സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് പെൻഷൻ തുക നൽകുന്ന പദ്ധതിയുടെ ഡീറ്റെയിൽസും അതിന്റെ അപേക്ഷ സ്വീകരിക്കുന്ന കാര്യങ്ങളും മലയാള മനോരമയിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. പിന്നീട് വീണ്ടും നമ്മൾ സ്പോർട്സിലേക്ക് വരുമ്പോൾ ജയ ജമീമ വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ജയം. ശ്രീലങ്ക 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ജമീമ റോഡ്രിഗസിന് അർദ്ധ സെഞ്ചുറി, 44 പന്തിൽ 69 റൺസ്. ഇത്തരത്തിൽ അതായത് പിന്തുടർന്ന ചെറിയ സ്കോറാണെങ്കിലും ജമീമ റോഡ്രിഗസിന്റെ ക്ലാസിക് ബാറ്റിംഗിന് അഴകുണ്ടായിരുന്നു. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ 2020 പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ 8 വിക്കറ്റ് വിജയം നേടി പരമ്പരയിൽ മുന്നിലെത്തി. രണ്ടാം മത്സരം ചൊവ്വാഴ്ച നടക്കും. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 20 ഓവറിൽ 6 വിക്കറ്റ് 121 റൺസ് എടുത്തപ്പോൾ ഇന്ത്യ 14.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 122 റൺസ് എടുത്തു ലക്ഷ്യം കണ്ടു. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയുള്ളത്, ലോക ക്രിക്കറ്റ് പ്രേമികൾ, ലോകത്തിലെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോട് കണ്ടിരിക്കുന്ന ഒരു മത്സരമാണ് ആഷസ് ക്രിക്കറ്റ് ടൂർണമെന്റ്, ആഷസ് പരമ്പര. ആഷസ് പരമ്പര ഓസ്ട്രേലിയ സ്വന്തമാക്കി. 3-0 ഓസ്ട്രേലിയ ഈ കളി ജയിച്ചിരിക്കുന്നത്. പരമ്പര നേടുന്നത് 35ാം തവണ. മൂന്നാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ 82 റൺസിന് പരാജയപ്പെടുത്തി ഇത്തവണ പൊരുതി തോറ്റെന്ന് മാത്രമാണ് ഇംഗ്ലണ്ടിന് ആശ്വസിക്കാനുള്ളത്. എന്തായാലും ഓസീസ് തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഏറ്റവും സുന്ദര മത്സരങ്ങൾ കാഴ്ചവെക്കുന്ന ആഷസ് പരമ്പര ഇത്തവണയും ഓസീസ് സ്വന്തമാക്കിയ എന്നൊരു വാർത്ത കൂടി മാതൃഭൂമി പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുള്ളത്, കോൺവക്കും ലാദത്തിനും വീണ്ടും സെഞ്ചുറി. വിൻഡീസിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ ശക്തമായ നിലയിൽ. ന്യൂസിലാൻഡ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 575 റൺസിന് ആദ്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. രണ്ടാം ഇന്നിംഗ്സിൽ 306 റൺസിനും ഡിക്ലെയർ ചെയ്തു. വെസ്റ്റ് ഇൻഡീസ് ആദ്യ ഇന്നിംഗ്സിൽ 420 റൺസും രണ്ടാം ഇന്നിംഗ്സിൽ വിക്കറ്റ് പോകാതെ 43 റൺസും എടുത്തിട്ടുണ്ട്. എന്തായാലും ക്രിക്കറ്റിന്റെ സമഗ്ര വിലയിരുത്തൽ മാതൃഭൂമിയുടെ സ്പോർട്സ് പേജിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട വാർത്തകളുമുണ്ട്. ഇത്തരത്തിൽ എല്ലാ വാർത്തകളുമുണ്ട്. 2020 ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളും ടെസ്റ്റ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട സമഗ്രമായി തന്നെ മാതൃഭൂമിയുടെ സ്പോർട്സ് പേജ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മനോരമയുടെ സ്പോർട്സ് പേജിൽ മാസ് ഓസീസ് എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. വിജയപട്ടണം ഒന്നാം വനിതാ T20 ഇന്ത്യക്ക് 8 വിക്കറ്റ് ജയം എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ പേപ്പർ പോയിന്റ് ഇവിടെ സമാപിച്ചിരിക്കുകയാണ്.